ഇപ്പോൾ കേരളം കൊട്ടിഘോഷിച്ച കെ റെയിലിനോട് വിട പറയുകയാണ്. കെ റെയിൽ ഏതാണ്ട് നടപ്പിലാവില്ല എന്നിപ്പോൾ നമുക്ക് ബോധ്യമായി കഴിഞ്ഞു. കാരണം കെ റെയിലിന് പകരം പുതിയ റെയിൽ പദ്ധതിക്ക് DPR തയ്യാറാക്കാൻ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ചെയർമാൻ DMRC കമ്പനിക്ക് അല്ലെങ്കിൽ ശ്രീധരന് അതിന്റെ ചുമതല കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 2-ന് പ്രവർത്തനം ആരംഭിക്കും. ഏതാണ്ട് 5 മാസത്തിനുള്ളിൽ തന്നെ, 9 മാസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. 5 മാസത്തിനുള്ളിൽ തന്നെ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് DPR അദ്ദേഹം തയ്യാറാക്കും എന്നാണ് പറയുന്നത്. ഏതാണ്ട് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഔദ്യോഗികമായ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തും. അപ്പം പിണറായി വിജയനൊക്കെ മുൻകൈയെടുത്ത് നടത്തിയ അല്ലെങ്കിൽ കെ റെയിൽ നടക്കും കേട്ട എന്ന് അദ്ദേഹം തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞു. അല്ലെങ്കിൽ കേരളത്തിലെ നിരവധി ആയിരക്കണക്കിന് പേരുടെ ജനകീയ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയ ഒരു കെ റെയിൽ, ആ കെ റെയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള സർക്കാരിന് കഴിയില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. അതിന് പകരം അതിന്റെ എല്ലാ ഗുണവശങ്ങളും ഉൾക്കൊള്ളുന്ന, അതേസമയത്ത് ദോഷവശങ്ങളില്ലാത്ത ഒരു റെയിൽ പദ്ധതിക്ക്, അതിവേഗ റെയിൽ പദ്ധതിക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തിരിക്കുന്നത്. അതിന് DPR തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഏതാണ്ട് ഒരു 70% സ്ഥലങ്ങളിലും അത് തൂണിന് മുകളിലായിരിക്കും ട്രെയിൻ പോകുന്നത്. ഒരു 20-25% സ്ഥലങ്ങളിൽ അത് തുരങ്കം വഴിയായിരിക്കും പോകുന്നത്, അണ്ടർഗ്രൗണ്ട് ആയിരിക്കും പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കേരളത്തെ രണ്ടായിട്ട് ഭേദിക്കുന്ന അല്ലെങ്കിൽ രണ്ടായിട്ട് വിച്ഛേദിക്കുന്ന അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവുന്നില്ല. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. പരമാവധി ബുദ്ധിമുട്ടുകൾ കുറച്ചുകൊണ്ടായിരിക്കും, പരമാവധി അക്വയർ ചെയ്യുന്ന സ്ഥലങ്ങൾ അത് കുറച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതി വരിക. നേരത്തെ തന്നെ കെ റെയിൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ സങ്കല്പത്തോട് ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. അതിവേഗം കേരളത്തിൽ പോകണം. നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ അപ്പക്കച്ചവടം നടത്താൻ അല്ലെങ്കിൽ പോലും ആളുകൾക്ക് കെ റെയിൽ ഒരു ആവശ്യമായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിന്റെ അപരിഷ്കൃതമായ അതിന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ അത് അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ്, ആളുകളെ കുടിയെ ഒഴിപ്പിക്കുന്ന രീതിയാണ് അതിനെതിരെ നിന്ന്. അതേപോലെ തന്നെ അതിന്റെ അലൈൻമെന്റ്, അത് ഒരു മീറ്റർ ഗേജ് പദ്ധതിയാവുന്ന സമയത്ത് മറ്റ് ട്രെയിനുകൾ വരുന്ന ഒരു സ്വാഭാവികമായ ഒരു പ്രശ്നം ഉണ്ടാവും. ആ ട്രെയിനിൽ വന്നു മറ്റ് ട്രെയിനിൽ പോകാൻ പറ്റാത്ത രീതിയിലൊരു വിഷയം ഉണ്ടാവും. അതുകൊണ്ട് പുതിയ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ളതായിരിക്കും പുതിയ റെയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 22ഓളം പുതിയ സ്റ്റേഷനുകൾ വരും. കേരളത്തിലെ ഏതാണ്ട് എല്ലാ എയർപോർട്ടുകളെയും, ഇപ്പം കരിപ്പൂർ കോഴിക്കോട് എയർപോർട്ടിനെ ബന്ധിപ്പിക്കുന്ന സ്റ്റേഷനില്ല, ആ സ്റ്റേഷന് കൂടി ബന്ധിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ അടൂർ തുടങ്ങി, അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം, ഇതൊന്നും റെയിലില്ലാത്ത സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ കെ റെയിൽ പോകുന്നു. 430 കിലോമീറ്റർ 200 കിലോമീറ്റർ വരെ വേഗതയിൽ, അത് ശരാശരി വേഗത 135 കിലോമീറ്റർ വേഗതയിൽ അതിന് പോകാൻ കഴിയും. അപ്പം കേരളത്തിന് സ്വാഭാവികമായിട്ടും കേരളത്തിലൊരു കുതിച്ചുചാട്ടം ഉണ്ടാകാൻ കഴിയും. ഏതാണ്ട് 5 വർഷം കൊണ്ടത് പൂർത്തിയാക്കാൻ കഴിയും. 1 ലക്ഷം കോടിയോളം രൂപ, 75,000 കോടി എന്നാണ് വെച്ചിരിക്കുന്നത്, അത് 1 ലക്ഷം കോടിയോളം രൂപയാകും. കേരള സർക്കാരുകൾ സംയുക്ത സംരംഭമായാണ് നടത്തുന്നത്. അതേപോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്നുള്ള പണം സമാഹരിച്ചുകൊണ്ടാണ് ഇത് നടത്തുക. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും 4,000-5,000 കോടി രൂപ മാത്രമേ അവർ ചെലവഴിക്കേണ്ടി വരുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ 4 രൂപ ചെലവഴിക്കും. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളൊരു, അവരുടെ സാമ്പത്തിക പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു തുക മാത്രമാണ് 5,000 കോടി രൂപ അല്ലെങ്കിൽ 4,000 കോടി രൂപ പ്രതിവർഷം എന്നുള്ളത്. അപ്പം കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വയബിൾ ആയിട്ടുള്ളൊരു പദ്ധതിയാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം, കാരണം 135 കിലോമീറ്റർ ശരാശരി വേഗത എന്ന് പറയുന്ന സമയത്ത് ഒരു 3.25 മണിക്കൂർ കൊണ്ട് കേരളം മുഴുവൻ, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ കവർ ചെയ്യാൻ പറ്റും. സ്റ്റേഷനുകളൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ച അതേ രീതിയിലുള്ള സ്റ്റേഷനുകളൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് വലിയൊരു വിവാദങ്ങളൊന്നും ഇല്ലാതെ, ഉദാഹരണത്തിന് തുരങ്കത്തിന്റെ വഴിയാണെങ്കിലും തൂണുകൾ വഴിയാണെങ്കിലും ഭൂമി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ആളുകൾക്ക് തന്നെ പാട്ടത്തിന് നൽകുന്ന ഭൂമി ആരിൽ നിന്നാണോ ഏറ്റെടുത്തത് അവർക്ക് തന്നെ പാട്ടത്തിന് നൽകുന്ന ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുണപരമായ മാറ്റമാണ് അതിവേഗ റെയിലിലൂടെ വരുന്നത്. കേരളീയർക്ക് അഭിമാനമായ ശ്രീധരൻ, അദ്ദേഹം തന്നെയാണ് അതിന് മുന്നിട്ടിറങ്ങുന്നത്. പൊന്നാനിയിൽ അദ്ദേഹത്തിന്റെ വസതിയോട് ചേർന്നതിനെ ഓഫീസ് ഇപ്പോൾ തന്നെ ഫെബ്രുവരിയിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ കെ റെയിൽ പോലെ തന്നെ മറ്റൊരു പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൈസൂർ വയനാട് നിന്ന് നഞ്ചൻകോടിലേക്കുള്ള നിലമ്പൂർ നഞ്ചൻകോട് പാത, അത് തമിഴ്നാടിനകത്തൂടെ പോയിട്ട് കർണാടകത്തിൽ എത്തുന്നതാണ്. അവിടെ ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പാതയുടെ
പ്രവർത്തനവും പുരോഗമിക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വികസനത്തിന് വേണ്ടി അതിനൊരു ഗുണപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഏതായാലും പിണറായി വിജയന്റെ പിടിവാശി അത് നടന്നില്ല. ഇനി ഈ പല കാരണങ്ങൾ കൊണ്ട് റെയിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ CPM ഇനി ഈ റെയിലിനെ എതിർക്കുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണപരമായ ഒരു കാര്യമാണ്. അതേസമയത്ത് കൂടുതൽ കുടിയൊഴിപ്പിക്കലൊന്നും ഇല്ലാതെ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചുകൊണ്ട്, കാരണം ആരുടെയും വീട്ടിൽ മഞ്ഞക്കുറ്റി നാട്ടുന്ന ഒരു പരിപാടി മാറ്റി ആളുകൾക്ക് ഗുണപരമായ രീതിയിലായിരിക്കും ഈ കാര്യങ്ങൾ വരിക എന്ന് ഏതാണ്ട് ഉറപ്പാണ്. കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ റെയിൽ വളരെയധികം അനുകൂലമായിരിക്കുമെന്ന് വേണം തന്നെയാണ് നാം കരുതേണ്ടത്.